Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. എൻ്റെ ഹോർണറ്റിൻ്റെ ബൈക്കിൽ താക്കോലിട്ട് ഓണാക്കുമ്പോൾ മീറ്റർ ഓണാകുന്നില്ല. മീറ്ററിലെ ലൈറ്റ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ചില സമയത്ത് വണ്ടിയെ ഓണാകത്തില്ല. അപ്പോൾ ഇത് ശരിക്കും മഴവെള്ളമെല്ലാം കീസെറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് മോയ്സ്ചർ പിടിച്ച് പ്രശ്നമായതാണ്. അപ്പോൾ കമ്പനിയിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് കീസെറ്റും റീപ്ലേസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. കീസെറ്റ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഒരു 1000 above റുപ്പീസ് ചിലവാകും. അപ്പോൾ 200 റുപ്പീസിന് താഴെ നമുക്ക് ഈ സാധനം റീഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഹോർണറ്റ് മാത്രമല്ല, ഏത് ടൂ വീലറിൻ്റെയും കീസെറ്റ് കംപ്ലൈൻ്റ് ആയാൽ 70-80% ഇതുപോലെ ക്ലീൻ ചെയ്താൽ ഇഷ്യൂ റിസോൾവ് ആകും. അത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് WD-40 എന്ന ഈ ലിക്വിഡ് സ്പ്രേ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് തുരുമ്പ്, മോയ്സ്ചർ, വാട്ടർ കണ്ടൻറ്റ് ഇവയെല്ലാം റീപ്ലേസ് ചെയ്യുകയാണ് ഈ WD-40യുടെ യൂസേജ്. ഇതൊരു സ്പ്രേ ആണ്, വിത്ത് ലൂബ്രിക്കൻറ്റുമാണ്. അതിനായിട്ട് കീസെറ്റിലേക്ക് ജസ്റ്റ് താക്കോൽ ഉപയോഗിച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് ഈ സ്പ്രേയുടെ നോസിൽ അതിലേക്ക് വെച്ച് 2-3 സ്പ്രേ അടിച്ചു കൊടുക്കുക. ഒരു 2-3 പ്രാവശ്യം സ്പ്രേ ചെയ്യുമ്പോഴേക്കും മുകളിൽ വരെ സ്പ്രേ എത്തും. അതിനുശേഷം മുകളിൽ വരെ ലിക്വിഡ് വന്നതിന് ശേഷം നമുക്ക് താക്കോലിട്ട് 2-3 പ്രാവശ്യം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തിരിക്കുക. അത് ഓൺ ഓഫ് ചെയ്യുക. അപ്പോൾ അതിലുള്ള ക്ലാവ് കാര്യങ്ങളെല്ലാം പോയി ക്ലീനായി കിട്ടും. ഞാനിത് അടിച്ച് ഓണാക്കിയാണ്. ഫസ്റ്റ് ഓണാക്കിയപ്പോൾ തന്നെ സാധനം സെറ്റായി. ഇനി ഞാനിത് 2-3 പ്രാവശ്യം നിങ്ങൾ ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ കീസെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും ചെറിയ ബോട്ടിലിന് ഏതാണ്ട് 100 രൂപയിൽ താഴെയാണ് വില വരുന്നത്. ഇത് ഞാൻ അതിലും വലുതാണ് എടുത്തേക്കുന്നത്. ഇതിന് 130 രൂപ 150 രൂപ താഴെയാണ് ഈ ഒരു ബോട്ടിലിന് എനിക്ക് ചിലവായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.